നമസ്കാരം. സ്മാർട്ട് വർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ LDC സിലബസിലെ ഫാക്ട് അബൌട്ട് കേരള എന്ന് പറയുന്ന സെക്ഷനിലെ കേരള ജോഗ്രഫി എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ കേരള ജോഗ്രഫിയിൽ നിന്ന് PSC ചോദിച്ചേക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അവയുടെ പ്രധാനപ്പെട്ട ഉത്തരങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായിട്ടും കേരളത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സാധാരണഗതിയിൽ ഈ പരീക്ഷയിൽ ചിലപ്പോൾ ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ പഠിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ വേദ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾക്ക് ഏകദേശം 1,00,000 മുകളിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഓഡിയോ ക്ലാസ്സുകൾ, അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വരുന്ന പ്രിലിംസ് പരീക്ഷ ഉന്നത വിജയം നേടുന്നതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം കേട്ടോ. ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ഉത്തരവാണല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. 1956 നവംബർ 1. ഇത് മിക്ക PSC പരീക്ഷയിലും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്നാണ് 1956 നവംബർ മാസം 1-ാം തീയതിയാണ്. അതുപോലെ തന്നെ PSC ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? 1949 ജൂലൈ മാസം 1-ാം തീയതിയാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ, തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നതെന്നാണ് 1949 ജൂലൈ മാസം 1-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഓർത്തു വെച്ചോണേ, നമ്മൾ 2 ചോദ്യങ്ങളുടെ ഉത്തരം പഠിച്ചിട്ടുണ്ടല്ലേ. ഏതൊക്കെയാ? ഒന്ന്, കേരള സംസ്ഥാനം നിലവിൽ വന്ന് എല്ലാവർക്കും അറിയാം അല്ലേ, 1956 നവംബർ 1-ാം തീയതിയാണ്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന് എന്നാണ് 1949 ജൂലൈ മാസം 1-ാം തീയതിയാണ് അല്ലേ. ഇനി അടുത്തൊരു PSCയുടെ ചോദ്യമുണ്ട് കേട്ടോ. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ട്. എത്ര ജില്ലകൾ ഉണ്ടെന്നറിയാവോ? 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഏതൊക്കെ 5 ജില്ലകൾ എന്നറിയാമോ? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. ഇങ്ങനെ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോണേ, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. ഇങ്ങനെ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. ഓർത്ത് വെച്ചോണേ, കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. അപ്പോൾ ആകെ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു? എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഏതാണെന്നറിയാമോ? പാലക്കാട് ജില്ലയാണ് കേട്ടോ. ആദ്യം ഇടുക്കിയായിരുന്നു, പിന്നീട് അത് പാലക്കാടായി മാറി കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? പാലക്കാടാണ് കേട്ടോ. PSC ഉത്തരം പാലക്കാടാണ് കേട്ടോ. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്നറിയാവോ? ആലപ്പുഴയാണ്. അപ്പോൾ ഓർത്ത് വെച്ചോണം കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? പാലക്കാടാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ജില്ല ഏതാ? അത് ആലപ്പുഴയാണ് കേട്ടോ. ഇനി എറണാകുളം ജില്ലയോട് കൂട്ടിച്ചേർത്ത ഇടുക്കി ജില്ലയുടെ ഭാഗം ഏതെന്നറിയാമോ? കുട്ടമ്പുഴ വില്ലേജ് ആണ് കേട്ടോ, അല്ലെങ്കിൽ കുട്ടമ്പുഴ താലൂക്ക് എന്നും ചിലപ്പം പറയാം കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോണേ, ഇടുക്കി ജില്ലയായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇടുക്കി ജില്ലയുടെ ഭാഗമായിരുന്ന കുട്ടമ്പുഴ വില്ലേജിനെ എന്ത് ചെയ്തു? എറണാകുളം ജില്ലയോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇടുക്കി ജില്ല ഈ കേരളത്തിലെ 2ാമത്തെ വലിയ ജില്ലയായി മാറി. അപ്പോൾ ഏറ്റവും വലിയ ജില്ല ഏതാണ്? പാലക്കാടാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു PSCയുടെ ചോദ്യം കൂടെ ഉണ്ട് കേട്ടോ. എറണാകുളം ജില്ല തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന വില്ലേജ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? നമ്മുടെ കുട്ടമ്പുഴ വില്ലേജ് ആണ് കേട്ടോ. കുട്ടമ്പുഴ വില്ലേജ് എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. അത് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് കേട്ടോ. അതുപോലെ കേരളത്തിൽ ഏറ്റവും പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല ഏതെന്നറിയാമോ? തൃശ്ശൂരാണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസിലുള്ള ജില്ല ഏതാണ്? തൃശ്ശൂരാണ് കേട്ടോ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട PSC ചോദ്യമാണ്: കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതെന്നറിയാമോ? അത് കണ്ണൂരാണ് കേട്ടോ. അതുപോലെ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണെന്നറിയാമോ? അത് ആലപ്പുഴയാണ് കേട്ടോ. PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരെന്നറിയാമോ?
നമ്മുടെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭുവാണ് ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചത് കേട്ടോ. അതുപോലെ ഓർത്തോണം, ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ ജില്ല ഏതാണെന്നറിയാമോ? പാലക്കാട് ജില്ലയാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ, ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ് കേട്ടോ. അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ പട്ടണം ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏതെന്നറിയാവോ? അത് തിരുവനന്തപുരമാണ് കേട്ടോ. അത് പട്ടണമാണ് കേട്ടോ. കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ പട്ടണം തിരുവനന്തപുരവും, അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ ജില്ല ഏതാണ്? പാലക്കാടുമാണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ. അപ്പൊ നമ്മൾ ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരുന്നു പഠിച്ചേ? ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് കേരള സംസ്ഥാനം നിലവിൽ വന്നതായിരുന്നു അല്ലേ? അതെന്നായിരുന്നു? 1956 നവംബർ മാസം 1-ാം തീയതി ആയിരുന്നു അല്ലേ? അതുപോലെ നമ്മൾ കണ്ടായിരുന്നു തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് എന്നായിരുന്നു? 1949 ജൂലൈ 1 ആയിരുന്നു അല്ലേ? അതുപോലെ നമ്മൾ കണ്ടായിരുന്നല്ലോ കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ആകെ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകളായിരുന്നു ഉണ്ടായത് അല്ലേ? അതുപോലെ നമ്മൾ കണ്ടായിരുന്നു കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഏതാണ്? പാലക്കാടാണ്. രണ്ടാമത്തത് ഇടുക്കിയാണെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ഏറ്റവും ചെറിയ ജില്ല ഏതാ? അത് ആലപ്പുഴയാണ് അല്ലേ? അപ്പൊ നമ്മൾ കണ്ടായിരുന്നു ഇടുക്കി ജില്ല ചെറുതായി പോകാൻ കാരണം ഇടുക്കി ജില്ലയിൽ ഒരു വില്ലേജ് എറണാകുളത്തിനോട് കൂട്ടിച്ചേർത്തില്ലേ? ആ വില്ലേജിന്റെ പേരെന്തായിരുന്നു? കുട്ടമ്പുഴ വില്ലേജ് ആയിരുന്നു അല്ലേ? അതുപോലെ തന്നെ നമ്മൾ കണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല ഏതാന്ന് നമ്മൾ പഠിച്ചേ? തൃശ്ശൂരാണ് അല്ലേ? അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാ? അത് കണ്ണൂരാണ് അല്ലേ? അതിൽ ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്നാണ് വിളിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ ഈ ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് വിളിച്ചതാരാ? അത് കേഴ്സൺ പ്രഭുവാണ് അല്ലേ? അതുപോലെ നമ്മൾ കണ്ടായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ ജില്ല ഏതാണെന്നറിയാവോ? അത് നമ്മുടെ പാലക്കാടാണ് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണെന്നറിയാവോ? മലപ്പുറമാണ് കേട്ടോ. മറന്നുപോയല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നറിയാമോ? അത് നമ്മുടെ കേരളമാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തിലുള്ള ജില്ല ഏതാ? മലപ്പുറമാണ് കേട്ടോ. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് എന്നാണെന്നറിയാവോ? 1956 നവംബർ 1-ാം തീയതിയാണ് കേട്ടോ. കേരളം രൂപീകൃതമായ അന്ന് തന്നെയാണ് കേരളത്തിലെ ഹൈക്കോടതി നിലവിൽ വന്നത് കേട്ടോ. 1956 നവംബർ 1-ാം തീയതിയാണ് കേരളത്തിൽ ഹൈക്കോടതി നിലവിൽ വന്നത് കേട്ടോ. അതുപോലെ PSC ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണെന്നറിയാവോ നിങ്ങൾക്ക്? കായംകുളമാണ് കേട്ടോ. ഓർത്തു വെച്ചേ. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണ്? കായംകുളമാണ് കേട്ടോ. PSC പിന്നെ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാവോ നിങ്ങൾക്ക്? നാഫ്തയാണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണ്? കായംകുളമാണ്. കായംകുളത്ത് അവരെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? നാഫ്തയാണ് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയാണെന്നറിയാവോ? നെട്ടുകാൽത്തേരിയിലാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയാണ്? നെട്ടുകാൽത്തേരിയാണ് കേട്ടോ. അതുപോലെ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന പഞ്ചായത്ത് ഏതെന്നറിയാവോ? മാങ്കുളം പഞ്ചായത്താണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ മാങ്കുളം പഞ്ചായത്താണ് സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ പഞ്ചായത്ത് കേട്ടോ. മറന്നു പോകില്ല കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചത് ഒന്നുകൂടെ ഓർത്ത് നോക്കിയേ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് ഏത് ജില്ലയിലാ? കണ്ണൂരിലാണ് അല്ലേ? കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാ? ആലപ്പുഴയാണ് അല്ലേ? ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുതീകരണം നടത്തിയ ജില്ല ഏതാണ്? പാലക്കാടാണ്. പിന്നെ അതുപോലെ നമ്മൾ കണ്ടു കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരണം നടത്തിയ പട്ടണം ഏതാണ്? അത് തിരുവനന്തപുരമാണ് അല്ലേ? അതുപോലെ നമ്മൾ കണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ള ജില്ല ഏതാ? മലപ്പുറമാണ് അല്ലേ? അതുപോലെ നമ്മൾ കണ്ടായിരുന്നു ആദ്യമായിട്ട് ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് അല്ലേ? കേരള ഹൈക്കോടതി നിലവിൽ വന്നതെന്നാണ്? 1956 നവംബർ മാസം 1-ാം തീയതിയാണ് കേട്ടോ. അത് നമ്മൾ കണ്ടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാ?
കായംകുളമാണ് അല്ലേ. അത് നമ്മൾ കണ്ടതല്ലോ, കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏതാണ്? നെട്ടുകാൽത്തേരി ആയിരുന്നു അല്ലേ. അത് നമ്മൾ കണ്ടായിരുന്നു. സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് വിതരണം ചെയ്യുന്ന കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ്? അത് മാങ്കുളം പഞ്ചായത്താണ് കേട്ടോ. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. KSRTC നിലവിൽ വന്നത് എന്നാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. എന്തെന്നറിയാവോ? 1965 മാർച്ച് 15 തീയതിയാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത് എന്നാണ്? 1965 മാർച്ച് മാസം 15 തീയതിയാണ് കേട്ടോ. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതെന്നറിയാവോ? NH66 ആണ് കേട്ടോ. NH66ന്റെ പഴയ പേരെന്താണെന്നറിയാവോ? NH17 ആണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാതയാണ് NH66, അല്ലെങ്കിൽ അതിന്റെ പഴയ പേരാണ് NH17 അല്ലേ. അതുപോലെ നമുക്കറിയാം ദേശീയ ജലപാതയുണ്ടല്ലേ. കേരളത്തിലൂടെ ഒഴുകുന്ന ദേശീയ ജലപാത ഏതെന്നറിയാവോ? ദേശീയ ജലപാത 3. അത് കൊല്ലം കോട്ടപ്പുറം എന്നാണ് PSCയുടെ ആൻസർ വരുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോണേ. കേരളത്തിലെ ദേശീയപാത അല്ലെങ്കിൽ NW നാഷണൽ വാട്ടർവേ 3 കേരളത്തിലൂടെ കടന്നു പോകുന്നത്. അത് എവിടുന്ന് എവിടം വരെയാണെന്നറിയാവോ? കൊല്ലം ടു കോഴിക്കോടാണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ. നമുക്ക് PSCക്ക് വരുന്ന ആൻസർ കൊല്ലം കോട്ടപ്പുറം എന്നാണ്. കാരണം ഈ NW3 ഉണ്ടാക്കിയ സമയത്ത് കൊല്ലം കോട്ടപ്പുറം വരെ ഉണ്ടായിരുന്നുള്ളൂ. കൊടുങ്ങല്ലൂരിനപ്പുറത്തുള്ള കോട്ടപ്പുറം എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. പിന്നെ അവിടുന്ന് വീണ്ടും കൂട്ടിയിട്ടുണ്ട് ഇപ്പം NW3 എവിടുന്ന് എവിടം വരെയാണെന്നറിയാവോ? കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് കേട്ടോ. മറന്നുപോലെ NW3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൊല്ലം ടു കോഴിക്കോടാണ് കേട്ടോ. നിങ്ങൾ PSCയുടെ ആൻസറെ നോക്കണം. കൊല്ലം കോട്ടപ്പുറം എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, അത് തന്നെ ആൻസർ ചെയ്തുകൊള്ളുക. ഇനി കൊല്ലം കോട്ടപ്പുറവും കൊല്ലം കോഴിക്കോടും പിന്നെ വേറെ എന്തെങ്കിലുമാണ് ഓപ്ഷൻ വരുന്നെങ്കിൽ കറക്റ്റ് ആൻസർ കൊല്ലം കോഴിക്കോടാണ്. ഇപ്പൊ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. NW3 അപ്ഡേറ്റ് ചെയ്ത് കൊല്ലം കോഴിക്കോടാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ PSCയുടെ ആൻസർ കീ പറഞ്ഞിരിക്കുന്ന കാര്യമായതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ, തിരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതെന്നറിയാവോ? രാജ്യസമാചാരമാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതെന്നറിയാവോ? കടലുണ്ടിയാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടിയാണ് കേട്ടോ. അപ്പൊ ഓർത്തു വെച്ചോണേ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ് അല്ലേ. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടിയാണ് കേട്ടോ. അതുപോലെ കേരളത്തിന്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം ഏതെന്നറിയാവോ? മഞ്ചേശ്വരമാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ഏതാണ്? മഞ്ചേശ്വരമാണ് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ഏതെന്നറിയാമോ? പാറശാലയാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. അപ്പൊ തെക്കേ അറ്റത്ത് മഞ്ചേശ്വരവും അതുപോലെ വടക്കേ അറ്റത്ത് ഏതാണ്? മഞ്ചേശ്വരവും. തെക്കേ അറ്റത്ത് ഏതാണ്? പാറശാലയുമാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. അതുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച സ്റ്റേഡിയം ഏതെന്നറിയാമോ? നമ്മുടെ തിരുവനന്തപുരത്തെ കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച സ്റ്റേഡിയം ഏതാണെന്നറിയാമോ? ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓർത്തു വെച്ചോണേ. ഇനി അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ആരാന്നറിയാമോ? R. ശങ്കർ ആണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? R. ശങ്കർ ആണ് കേട്ടോ. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് 356 ആർട്ടിക്കിൾ അനുസരിച്ച് പുറത്താക്കപ്പെട്ട മന്ത്രിസഭ ഏതെന്നറിയാവോ? EMSന്റെ മന്ത്രിസഭയാണ് അല്ലെ. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, ആർട്ടിക്കിൾ 356 എന്തുമായി ബന്ധപ്പെട്ടാണോ പറഞ്ഞേക്കുന്നത്? സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ചാണ് ആർട്ടിക്കിൾ 356 പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഭരണത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 356 പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസിഡന്റിന്റെ ഭരണം അല്ലെങ്കിൽ സംസ്ഥാന എമർജൻസി അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി പ്രകാരം പുറത്താക്കപ്പെട്ട
ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭ ഏതാണെന്നറിയാവോ? കേരളത്തിലെ EMSന്റെ മന്ത്രിസഭയായിരുന്നു കേട്ടോ, ഓർത്തു വെച്ചോണേ. ഇനി സ്വകാര്യ പങ്കാളിത്തത്തോടെ പണിത ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതെന്നറിയാവോ? നെടുമ്പാശ്ശേരിയാണ് കേട്ടോ, ഓർത്തു വെച്ചോണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വകാര്യ പങ്കാളിത്തത്തോടെ പണിത ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരിയാണ് കേട്ടോ. അടുത്ത ഒരു പ്രധാനപ്പെട്ട PSC ചോദ്യത്തിലേക്ക് നമുക്ക് പോകാവേ. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം ഏതാണെന്നറിയാവോ? നമ്മുടെ കേരളമാണ് കേട്ടോ. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് കേട്ടോ. 4 ഇന്റർനാഷണൽ വിമാനത്താവളങ്ങളുള്ള ഒരേ ഒരു സംസ്ഥാനം ഏതാണെന്നറിയാമോ? നമ്മുടെ കൊച്ചു കേരളമാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയിലെ ആദ്യ ശില്പ നഗരം എന്നറിയപ്പെടുന്ന ഏതെന്നറിയാമോ? കോഴിക്കോടാണ് കേട്ടോ. ശില്പ നഗരം എന്നറിയപ്പെടുന്ന ഏതാണ്? കോഴിക്കോടാണ് കേട്ടോ. അതുപോലെ കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്ന എന്നാണെന്നറിയാമോ? ഒക്ടോബർ 13 കേട്ടോ, ഓർത്തു വെച്ചോണേ. കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണെന്നറിയാമോ? ഒക്ടോബർ 13 കേട്ടോ. ഇനി അടുത്തൊരു PSCയുടെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതുപോലെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? അത് കാസർഗോഡാണ് കേട്ടോ. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണെന്നറിയാമോ? ബേക്കൽ കോട്ടയാണ് കേട്ടോ, ഓർത്തു വെച്ചോണേ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ടയാണ് കേട്ടോ. ഇനി മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതെന്നറിയാമോ? ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേട്ടോ, ഓർത്തു വെച്ചോണേ. മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേട്ടോ, ഓർത്തു വെച്ചോണേ. നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ സസ്യലതാദികളെ കുറിച്ച് പ്രതിപാദിച്ചിരുന്ന പുസ്തകമായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് കേട്ടോ. അതിലാണ് ആദ്യമായിട്ട് മലയാളം ലിപി അച്ചടിച്ചത് കേട്ടോ. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മലമ്പുഴക്കി വേഴാമ്പലാണ് കേട്ടോ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ് കേട്ടോ. ഔദ്യോഗിക മൃഗം ഏതാ? അത് ആനയാണ് അല്ലേ? അതുപോലെ നമുക്കറിയാലോ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്നയാണ് കേട്ടോ. കണിക്കൊന്നയുടെ ശാസ്ത്രനാമം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ്? കാഷ്യ ഫിസ്റ്റുലയാണ് അല്ലേ? അതുപോലെ നമുക്കറിയാം ആനയുടെ ശാസ്ത്രനാമം എന്താണ്? എൽഫസ് മാക്സിമസ് ആണ് അല്ലേ? ഇനി നമുക്കറിയാം കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണെന്നറിയാവോ? എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മുടെ കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. അതുപോലെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏതാണെന്നറിയാവോ? ചക്കയാണ് കേട്ടോ. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണ് കേട്ടോ. അതുപോലെ കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്, അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം കേട്ടോ. ഏതാണത്? ബുദ്ധ മയൂരിയാണ് കേട്ടോ. കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ചിത്രശലഭം ഏതാണ്? ബുദ്ധ മയൂരിയാണ് കേട്ടോ. ഈ ബുദ്ധ മയൂരിയുടെ ശാസ്ത്രനാമം PSC ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? പാപ്പിലിയോ ബുദ്ധ ആണ് കേട്ടോ, ഓർത്തു വെച്ചേ. പാപ്പിലിയോ ബുദ്ധ എന്ന പേരിൽ അറിയപ്പെടുന്ന ബുദ്ധ മയൂരിയാണ് കേരളത്തിന്റെ സംസ്ഥാന ശലഭമായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ solutions@vedagroupofinstitute.com എന്ന് പറഞ്ഞ നമ്മുടെ മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ബോക്സിൽ സംശയമായിട്ട് ഇടാം. ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വേദ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആപ്പ് എല്ലാവർക്കും അവൈലബിൾ ആണ് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ. നിങ്ങൾ എല്ലാവരും ഓർത്തിരിപ്പുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇത് വളരെ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വേണം കേട്ടോ. നമ്മൾ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കണ്ടായിരുന്നു കേരള സംസ്ഥാനം നിലവിൽ വന്ന എന്നാണ്? 1956 നവംബർ മാസം 1-ാം തീയതി ആയിരുന്നു നമ്മൾ കണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ നമ്മൾ കണ്ട മറ്റൊരു കാര്യം, കേരളത്തിലെ ഹൈക്കോർട്ട് എന്ന നിലവിൽ വന്നത് അതും 1956 നവംബർ 1 നമ്മൾ കണ്ടു അല്ലേ? അതുപോലെ നമ്മൾ കണ്ടു തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന എന്നായിരുന്നു? അത് 1949 ജൂലൈ മാസം 1-ാം തീയതി ആയിരുന്നു അല്ലേ? അതുപോലെ കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പം 5 ജില്ലകളായിരുന്നു ഉള്ളത് നമ്മൾ കണ്ടു. അതുപോലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ് നമ്മൾ കണ്ടു. ഏറ്റവും ചെറിയ ജില്ല ഏതാ? അത് ആലപ്പുഴയാണ് നമ്മൾ കണ്ടു അല്ലേ? രണ്ടാമത്തെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ് നമ്മൾ കണ്ടത് അല്ലേ? ഇടുക്കി രണ്ടാമത്തെ ഏറ്റവും വലിയ ജില്ലയാവാൻ കാരണം എന്താണ്? കുട്ടമ്പുഴ വില്ലേജ്
നമ്മുടെ എറണാകുളം ജില്ലയോട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അതുപോലെ നമ്മൾ കണ്ടായിരുന്നല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസുള്ള ജില്ല ഏതാ? ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുള്ള ജില്ല അത് തൃശ്ശൂരാണ് അല്ലേ. അത് നമ്മൾ കണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂരാണ് അല്ലേ. അതുപോലെ ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്നാണ് വിളിക്കുന്നത്. അത് വിളിച്ചത് കേഴ്സൺ പ്രഭു ആണ് നമ്മൾ കണ്ടായത് അല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ ജില്ല ഏതാണ്? പാലക്കാടാണ് അല്ലേ. അതുപോലെ നമ്മൾ കണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ള ജില്ല ഏതാ? മലപ്പുറമാണ് അല്ലേ. അതുപോലെ നമ്മൾ കണ്ടായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് അല്ലേ. ഹൈക്കോടതി നിലവിൽ വന്നത് 1956 നവംബർ 1-ാം തീയതിയാണ് അല്ലേ. ഇത് നമ്മൾ കണ്ടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണ്? കായംകുളമാണ് അല്ലേ. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എന്നറിയാവോ? നെട്ടുകാൽത്തേരിയാണ് കേട്ടോ. അതുപോലെ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ്? മാങ്കുളമാണ് അല്ലേ. KSRTC നിലവിൽ വന്ന എന്നായിരുന്നു? 1965 നവംബർ 15-ാം തീയതി ആയിരുന്നു അല്ലേ. അതുപോലെ നമ്മൾ കണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH66. അതിന്റെ പഴയ പേര് NH17 ആണെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അതുപോലെ കേരളത്തിലെ ദേശീയ ജലപാത NW3 ആയിരുന്നു നമ്മൾ കണ്ടു. കൊല്ലം ടു കോഴിക്കോടായിരുന്നു നമ്മൾ കണ്ടു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ കണ്ടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ് നമ്മൾ കണ്ടു അല്ലേ. അത് നമ്മൾ കണ്ടായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടിയാണെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അതുപോലെ കേരളത്തിന്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം ഏതാ? അത് മഞ്ചേശ്വരമാണ് കേട്ടോ. അതുപോലെ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ളതോ? പാറശാലയാണ് അല്ലേ. അത് നമ്മൾ കണ്ടായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച സ്റ്റേഡിയം ഏതാണ്? നമ്മുടെ കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആയിരുന്നു അല്ലേ. അതുപോലെ നമ്മൾ കണ്ടായിരുന്നു അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ R. ശങ്കർ ആയിരുന്നു നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കണ്ടു ആർട്ടിക്കിൾ 356 പ്രകാരം പുറത്താക്കപ്പെട്ട ആദ്യത്തെ മന്ത്രിസഭ ഏതായിരുന്നു? EMSന്റെ മന്ത്രിസഭയായിരുന്നു നമ്മൾ കണ്ടു അല്ലേ. അതുപോലെ നമ്മൾ കണ്ടായിരുന്നു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച വിമാനത്താവളം ഏതാ? അത് നെടുമ്പാശ്ശേരിയാണ് നമ്മൾ കണ്ടു അല്ലേ. അതുപോലെ നമ്മൾ കണ്ടു നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉള്ളതെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. എത്ര ഉണ്ട്? 4 അല്ലേ. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ശില്പ നഗരം ഏതാണ്? കോഴിക്കോടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണെന്നറിയാമോ? ഒക്ടോബർ 13-ാം തീയതിയാണ് കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. അതുപോലെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അത് കാസർഗോഡാണ് കേട്ടോ. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ടയാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയിൽ ഈ മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഓർത്തു വെച്ചാൽ മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാർക്കസ് ആണ് കേട്ടോ. ഡച്ചുകാരാണ് ഈ പുസ്തകം നിർമ്മിച്ചത് കേട്ടോ. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാ? മലമുഴക്കി വേഴാമ്പലാണ്. ഔദ്യോഗിക മൃഗം ഏതാണ്? ആനയാണ് അല്ലേ. ഔദ്യോഗിക പുഷ്പം ഏതാണ്? അത് നമ്മുടെ കണിക്കൊന്നയാണ് കേട്ടോ. കാഷ്യ ഫിസ്റ്റുല എന്നൊക്കെ അറിയപ്പെടുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അതുപോലെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. ഔദ്യോഗിക ഫലം ചക്കയാണ്. അതുപോലെ സംസ്ഥാനത്തിന്റെ ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരിയാണ് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം വായിച്ചു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ solutions@vedagroupoffinstitute.com എന്ന നമ്മുടെ മെയിലിലേക്ക് മെയിൽ അയച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വേദ PSയുടെ ആപ്പ് എല്ലാ കൂട്ടുകാരും ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞും കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഉന്നതമായിട്ടുള്ള വിജയം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിർത്തുവാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒരു കാര്യം കൂടി ചെയ്യണേ. ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തണം. അതുപോലെ ലൈക്ക് ചെയ്യണം. കമൻറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഉന്നതമായിട്ടുള്ള വിജയം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിർത്തുവാണ്. നന്ദി, നമസ്കാരം.